ഹേ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ഐറ്റമാണ്. ഇത് സ്ട്രെയിറ്റ്നർ കോംബാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നോർമൽ സ്ട്രെയിറ്റ്നേഴ്സും കേളേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഒരു സ്ട്രെയിറ്റ്നർ കോംബ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിവ്യൂ ചെയ്യാൻ തോന്നി. പിന്നെ ഇത് ഇവിടുന്ന് മേടിച്ച പ്രോഡക്റ്റ് അല്ല, ഇത് ഉമ്മ എനിക്ക് അവിടെ നിന്ന് കൊടുത്തു വിട്ടതാണ്. ഇതിവിടെ ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുന്ന് മേടിക്കാം. എൻ്റെ ഹെയർ ടൈപ്പിന് സ്ട്രെയിറ്റ്നേഴ്സിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല ഗൈസ്. ബട്ട് ഇതിപ്പോൾ കോംബ് ആയതുകൊണ്ടാണ് കൊടുത്തു വിട്ടത്. ഇതിലിപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ബട്ടണും ഉണ്ട്, അതേപോലെ തന്നെ ഹീറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന 2 ബട്ടണും ഉണ്ട്. അപ്പം ഒന്നിൽ നമുക്ക് ഹീറ്റ് കൂട്ടാനും അതേപോലെ തന്നെ കുറയ്ക്കാനും പറ്റും. പ്ലസ് മൈനസും ആണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് നേരം യൂസ് ചെയ്യുന്നതിന് മുമ്പായി നമുക്കൊന്ന് ചാർജ് ചെയ്യണം. ചാർജ് മീൻസ് അതിനകത്ത് ഇപ്പം നോർമൽ സ്ട്രൈറ്റ്നേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇതും യൂസ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഞാനിത് കുത്തിയിട്ടിട്ട് കുറച്ച് നേരം അല്ല ഒരു 3 to 4-5 മിനിറ്റ്സ് ഞാൻ എന്തായാലും ഇതൊന്ന് ഹോൾഡ് ചെയ്യാൻ വെച്ചു. അപ്പോഴത്തേക്ക് അത്യാവശ്യം ചാർജിങ് ഒക്കെ ആവും. അപ്പോഴത്തേക്ക് നമുക്ക് ഹീറ്റ് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്താലും അറിയാൻ പറ്റും ഇത് ഹീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഹീറ്റായിട്ട് വേണമല്ലോ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാനൊക്കെ. കുത്തിയിടുമ്പോൾ തന്നെ നമുക്കൊരു ബ്ലൂ കളർ ലൈറ്റ് അതിൽ കാണിക്കും. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അതിൽ ചാർജ് ആവുന്നുണ്ടെന്നാണ്. അപ്പോഴത്തേക്കും നമ്മൾ 2-3 മിനിറ്റ് പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇവിടെ ഞാനൊരു കേളി ഹെയറിലാണ് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വർക്കൗട്ട് ആവോ ഇല്ലെന്ന് അറിയണമല്ലോ, എന്നിട്ട് വേണം ഞാൻ എൻ്റെ ഹെയറിൽ ട്രൈ ചെയ്യാൻ. അപ്പോൾ ഞാനൊരു കേളി ആയിട്ടുള്ളൊരു ഹെയറാണ് എടുത്തിരിക്കുന്നത് ഫസ്റ്റ്. ഇത് വേറെ ആരുമില്ല, എൻ്റെ കസിൻ തന്നെയാണ്. അവൾ കുറച്ച് അത്ര കേളിയല്ല എങ്കിലും കുറച്ച് കേളി ആയിട്ടൊരു ഹെയറാണ്. സോ അതിലെന്തായാലും ആദ്യം തന്നെ ട്രൈ ചെയ്യാമെന്ന് കരുതി. സോ ആദ്യം തന്നെ നമ്മൾ ഹെയർ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ പാർട്ടീഷനായിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് ഞാനപ്പോൾ ഒരു മിഡിൽ പാർട്ടീഷൻ ചെയ്തിട്ട് പിന്നെ ഓരോ ഹെയറിനെ പാർട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹെയർ ഞാനൊന്ന് കോംബ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഹെയർ ടൈപ്പൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് ടാസ്ക് ആണെന്നുള്ളത്. വെൻ കമ്പയറിങ് ടു മൈ ഹെയർ അതാണ് ഉദ്ദേശിച്ചത്. ഈ ഒരു മുടി ഞാൻ ഒന്ന് കോംബ് ചെയ്ത് വന്നപ്പോൾ തന്നെ ഒരു വഴിക്കായി. കാരണം ഒതുങ്ങുന്ന ഒരു ടൈപ്പായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ അടുത്ത് ചാർജിങ് പോർട്ട് കുറച്ച് ഡിസ്റ്റൻസിലുണ്ടായിരുന്നു. അതുകൊണ്ടാണത് എനിക്ക് ഊരിയെടുക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ആ ചാർജിലിട്ട് തന്നെയായിരുന്നു ചെയ്യേണ്ടത്. ആദ്യമേ ഇങ്ങനെയാണ് ചെയ്ത് തുടങ്ങിയത്. ബട്ട് നോർമൽ സ്ട്രെയിറ്റ്നർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചാർജിലിട്ട് വേണം ഇതും യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ചാർജിങ് പോർട്ടിൻ്റെ അടുത്താണെങ്കിൽ ലൈറ്റ് വളരെ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറി ഇന്ന് ചെയ്തത്. അപ്പം നിങ്ങളൊക്കെ ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് കുത്തിയിട്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എങ്കിലേ അത്യാവശ്യം നല്ലതുപോലെ ഹീറ്റൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു പാർട്ടീഷൻ എടുത്ത് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ലാതാവുന്നുണ്ട്. പിന്നെ മാക്സിമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരമെങ്കിലും നമ്മുടെ ഹെയറിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഹീറ്റ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മുടി കുറച്ചും കൂടെ സ്ട്രെയിറ്റൺ ആയിട്ട് കിട്ടും. പിന്നെ ഇവളുടെ മുടി അത്യാവശ്യം ഒതുങ്ങാത്ത മുടിയായതുകൊണ്ട് തന്നെ 1-2 വട്ടം, 1-2 അല്ല ഗൈസ് 3-4 വട്ടം എനിക്ക് ചെയ്യേണ്ട വന്നു. പിന്നെ ലാസ്റ്റ് കുറച്ച് മനസ്സിലായി ഇത് അങ്ങനെ ഒതുങ്ങുന്ന ഒരു ടൈപ്പ് അല്ല. സോ ഞാൻ അതിനെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ട വന്നു. കുറച്ച് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതിയായി. പിന്നെ കുറച്ചെങ്കിലും ഒന്ന് സ്ട്രെയിറ്റ് ആയതുപോലെ ഫീൽ ചെയ്തു. അത്യാവശ്യം ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഹോൾഡൊക്കെ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും കുറച്ച് ക്ലിയറായി കിട്ടി. അവളുടെ മുടിയിൽ എന്തായാലും ഇത് ഫെയിലായി. ഇനി എൻ്റെ മുടിയിൽ ജസ്റ്റ് ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ മുടി ഞാൻ അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് ശീലമില്ല, എങ്കിലും ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. ഇതൊരു കോം ടൈപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ബാൻഡ്സ് ഒക്കെ ഒന്ന് മെയിനായിട്ടും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കോംബ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മുടിയിൽ കുറച്ചെങ്കിലും വർക്ക് ആവുന്നുണ്ടെന്ന്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എൻ്റെ മുടിയിൽ ഇത് കുറച്ചെങ്കിലും വർക്ക് ആവുന്നുണ്ടെന്ന്. അത്യാവശ്യം ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ സ്ട്രെയിറ്റ് ആവുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബാൻഡ്സ് ഒക്കെ ചെയ്യാനാണെങ്കിൽ എളുപ്പമാണ് ഗൈസ്, ഇത് യൂസ് ചെയ്യാം, നല്ലൊരു പ്രോഡക്റ്റാണ്. ബട്ട് അത്ര കേളി ആയിട്ടുള്ളവർക്കൊന്നും ഇത് പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ചുമ്മാ ചെയ്തിട്ടിട്ട് പോകാനാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ മെയിനായിട്ടും കുത്തിയിട്ട് തന്നെ ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഹീറ്റ് മാക്സിമം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വേസ്റ്റ് ആയി പോകും. ഞാനിപ്പോൾ കുറച്ച് മാത്രം ചെയ്യേണ്ടത് കൊണ്ടാണ് ഇതിപ്പം ഊരിയിട്ട് ചെയ്തത്. പിന്നെ എല്ലാ ടൈപ്പ് ഹെയറിലും ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അല്ലാന്നേ പറയാൻ പറ്റൂ. കാരണം ഓരോ ഹെയറിൻ്റെ ടെക്സ്ചർ അനുസരിച്ചും അവരുടെ ഹെയറിൻ്റെ ഒരു സ്റ്റൈൽ, ഐ മീൻ കേളി ആണെങ്കിൽ അത്ര യൂസ് ചെയ്യാൻ പറ്റൂല. കുറച്ചൊക്കെ കേളി ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ എൻ്റെ പോലത്തുള്ള ഹെയർ ടൈപ്പൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ പ്രോഡക്റ്റ് മേടിക്കാൻ. പിന്നെ മാക്സിമം ഇതുപോലുള്ള പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് എത്രമാത്രം ഡാമേജ് കിട്ടുന്നോ അത്രമാത്രം ഡാമേജ് ഇതുപോലുള്ള ഹീറ്റ് കൊടുക്കുമ്പോഴും നമ്മുടെ മുടിക്ക് കിട്ടും. ഞാൻ ഓൾറെഡി ഒരു 2-3 വട്ടം ഹെയർ കളർ ചെയ്തതുകൊണ്ട് അത്യാവശ്യത്തിലേറെ എൻ്റെ മുടി ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം നല്ലപോലെ ഹെയർ ഫാളും ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് തന്നെ പറയാം.
അപ്പോൾ കുറച്ച് സ്ട്രെയിറ്റ് ഹെയർസ് ഒക്കെ ഉള്ളവർക്ക് ഇത് മസ്റ്റ് ട്രൈ പ്രോഡക്റ്റ് ആണ് എന്തായാലും. ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.